2 ദിവസമായി കുടിവെള്ളം പാഴാകുന്നു. 20 കുടുംബങ്ങൾ ദുരിതത്തിൽ. തിരിഞ്ഞു നോക്കാതെ അധികൃതർ. കാട്ടാക്കട തൂങ്ങാമ്പാറ വെള്ളുമാനൂർക്കോണം ഭാഗത്ത് ട്രാഫിക് അറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാൻ കുഴിയെടുത്തപ്പോൾ കുടിവെള്ള പൈപ്പ് പൊട്ടി 2 ദിവസമായി ജലം പാഴാകുന്നു. പാറയുടെ സമീപം താമസിക്കുന്ന 20ഓളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം മുടങ്ങി. കോൺട്രാക്ടർ വാട്ടർ അതോറിറ്റിയെ വിവരം അറിയിച്ചിരുന്നു. ഇന്ന് തന്നെ ശരിയാക്കും എന്നു പറഞ്ഞു പോയെങ്കിലും 2 ദിവസമായിട്ടും അറ്റകുറ്റപ്പണി നടന്നിട്ടില്ല. വാട്ടർ അതോറിറ്റിയെ വിളിച്ചപ്പോൾ വർക്ക് ഏറ്റെടുത്ത കോൺട്രാക്ടർ പണമടച്ചാൽ മാത്രമേ പൈപ്പ് ശരിയാക്കാൻ കഴിയൂ എന്ന മറുപടിയാണ് ലഭിച്ചത്. കഴിഞ്ഞ കുറച്ചു നാളായി ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുകയാണ്. അതിനിടെയാണ് വീണ്ടും പൈപ്പ് പൊട്ടി ദുരിതമായത്. സൈൻ ബോർഡ് വയ്ക്കാൻ വേണ്ടി ഇവർ കുഴിയെടുത്തതാണ്. ഹിന്ദിക്കാരാണ് കുഴിയെടുത്തത്. 2 ദിവസമായി ഈ റൂട്ടിലെങ്ങും വെള്ളമില്ല. പിന്നെ വാട്ടർ അതോറിറ്റി വിളിച്ച് പറഞ്ഞ് അവർ ഈ റോഡ് പണിക്കാർ പൈസ അടച്ചാൽ അവർ വന്ന് പണി ചെയ്യുള്ളതാണ് പറഞ്ഞത്. ഇവിടെ SC കോളനിയാണ്. SCക്കാർ താമസിക്കുന്ന സ്ഥലം ആയതുകൊണ്ടാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ പാറയുടെ മുകളിലെല്ലാം അവിടെ അതിൻ്റെ താഴ്ഭാഗത്ത് താമസിക്കുന്നവർക്കെല്ലാം ഈ ലൈനിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത്. അവർക്കൊന്നും ഇപ്പോൾ 2 ദിവസമായി വെള്ളമില്ല. അവർ പൈസ അടച്ചാലേ അവരുള്ള മെമ്പർ വിളിച്ചപ്പോൾ ഇങ്ങനെയാണ് പറയണതെന്ന്. കാട്ടാക്കട പഞ്ചായത്തിൽ തൂങ്ങാമ്പാറ വാർഡ് വെള്ളമാനൂർക്കോണം. 2 ദിവസമായി. 2 ദിവസം കഴിഞ്ഞു. എന്നിട്ട് അവർ അധികൃതർ കണ്ണടയ്ക്കുന്നു. പറഞ്ഞത് ഈ റോഡ് പണിക്കാരില്ലേ, അവർ പൈസ അടച്ചാലേ അവർക്ക് വന്ന് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ ഇങ്ങനെ വെള്ളം പാഴായി പൊയ്ക്കോട്ടെ ഇരിക്കട്ടെ എന്നാണ് പറയണത്. അവർ പറയണത് ജലം അമൂല്യമാണെന്നൊക്കെയാണ് പറയണത്. പിന്നെ ആരെങ്കിലും ഓസിട്ട് വെള്ളം എടുത്താൽ അപ്പോഴും വരും ഇവിടെ പൈസ പെറ്റിയടിക്കാൻ വേണ്ടി ഓസും എടുത്തോണ്ട് പോകും. പാറയുടെ താഴ്ഭാഗത്തൊക്കെ ഇവിടുന്നാണ് വെള്ളം പോണത്. ഇപ്പൊ 2 ദിവസം കൊണ്ട് അവർക്കൊന്നും വെള്ളം. അവിടെ എത്ര വീടുണ്ടാവും ഉദ്ദേശം? അവിടെ ഒരു 20 വീടിനകത്തുണ്ട്. കോൺട്രാക്ടർ പണം അടയ്ക്കുന്നതിന്റെ പേരിൽ ജനങ്ങളെ ദുരിതത്തിലാക്കരുതെന്നും എത്രയും വേഗം പൈപ്പ് അറ്റകുറ്റപ്പണി നടത്തി കുടിവെള്ളം പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ചുറ്റും ഒരുപാട് വീടുകൾ ലൈൻ പൈപ്പിനെ ആശ്രയിച്ച് കഴിയുന്ന വീടുകൾ ഒരുപാടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ കുടിവെള്ള പ്രശ്നമുള്ള സ്ഥലവും കൂടെ ആയിരുന്നു. ഇതിനു മുൻപ് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ മുകളിലോട്ടൊക്കെ ഉള്ള വീടുകൾക്ക് ഇപ്പോൾ പൈപ്പ് പൊട്ടിയിരിക്കുന്ന കാരണം വെള്ളം കിട്ടാനും നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അധികാരികളെയൊക്കെ അറിയിച്ചിട്ടും ആരും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എത്രയും വേഗം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവണമെന്ന്